അമൽ വന്ന് ഏടത്തിന്ന് വിളിക്കുമ്പോൾ ജാനകി പറയും, അമലെ, ജാനകി എടുത്ത് തിരിച്ചു വന്നു. നിങ്ങളൊക്കെ വിട്ട് അത്ര പെട്ടെന്ന് പോവോ? അമൽ പറയും, എനിക്കത് അറിയായിരുന്നു. രാധാമണിയോട് പറയും, അമ്മയൊന്നും മിണ്ടാൻ വേണ്ടി ഞങ്ങളെത്ര കാത്തിരുന്നെന്നറിയോ? അഭി രാധാമണിയോട് ചോദിക്കും, ആളെ മനസ്സിലായോ? എൻ്റെ ഏറ്റവും ഇളയ അനിയനാ. അപ്പോൾ രാധാമണി പണ്ട് അമൽ ലഡു കൊടുത്ത കാര്യം ഇങ്ങനെ ആലോചിക്കും. എന്നിട്ടിങ്ങനെ ചിരിക്കും. അപ്പോൾ അമൽ ചോദിക്കും, എന്നെ ഓർമ്മയുണ്ടല്ലേ? അഭി പറയും, നിന്നെ ഒരിക്കൽ പരിചയപ്പെട്ടാ പിന്നെ ആരെങ്കിലും മറക്കുമെന്ന്. ആ സമയത്ത് സക്കീർ ഹുസൈൻ അങ്ങോട്ട് കയറി വരികയാണ്. ജാനകി വരും, സക്കീർ ഭായ്, ഞാൻ തിരിച്ചു വന്നു, നിങ്ങളൊക്കെ വീണ്ടും ബുദ്ധിമുട്ടിക്കാൻ. സക്കീർ ഭായ് പറയും, വലിയൊരു മനുഷ്യനെ ഏൽപ്പിച്ച ദൗത്യമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അഭിക്കും ജാനകിക്കും വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ. ജാനകി സക്കീർ ഭായ് ചെയ്യുന്ന സഹായങ്ങളെപ്പറ്റി പറയുമ്പോൾ അമൽ പറയും, അതുകൊണ്ടാണല്ലോ അഭിയുടെയും ജാനകിയുടെയും ജീവിതത്തിലെ ഹനുമാൻ സക്കീർ ഭായ് ആണെന്ന് പറയുന്നത്. അഭിയേട്ടനോട് പൊന്നൂനെ കൂട്ടി കൊണ്ടുവരുമെന്ന് ചോദിക്കുമ്പോൾ അമൽ പറയും, ഞാൻ കൂട്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അമൽ പോവാണ്. ജാനകി ഉറങ്ങിക്കഴിയുമ്പോൾ രാധാമണിയുടെ മനസ്സിൽ മുഴുവൻ പഴയ ഓർമ്മകളാണ്. തമ്പി തേടി വന്നതും മാനസികമായിട്ട് തകർന്നു പോയ കാര്യങ്ങളൊക്കെ. അമല വീട്ടിലെത്തുമ്പോൾ അമ്മ പറയും, പൊന്നു ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയുന്നുണ്ടെന്ന് പറയും. അമല പറയും, എന്നാൽ പോവാം, അമ്മയും പോരുമെന്ന് പറയും. അമ്മ ചോദിക്കും, നീ ഇപ്പോൾ എന്തൊക്കെയാണ് ഇത് പറയുന്നതെന്ന് ചോദിക്കും. നിൻ്റെ മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ എന്ന് പറയും. അമല പറയും, ജാനകി എടുത്ത് ഉണർന്നു, എനിക്ക് പറയാൻ വാക്കുകളില്ല ഇന്ന് എന്തൊക്കെ ഹോസ്പിറ്റലിൽ സംഭവിച്ചതെന്ന്. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ അമ്മയ്ക്ക് വലിയ സന്തോഷമാവും. മുകളിൽ വന്ന് നിൽക്കുന്ന അപർണ വിചാരിക്കും ജാനകി എടുത്തിയ സമയം കഴിഞ്ഞ് മോളെ കൊണ്ടുപോയി കാണിക്കാൻ വന്നതായിരിക്കുമെന്ന്. അപർണ തമ്പിയെ വിളിച്ചു പറയും, നമ്മളുടെ ആ തലവനെ ഒഴിഞ്ഞു കിട്ടി, ഇനി ആ കേസ് ഇപ്പോൾ തീരുന്നു പറയും. തമ്പി പറയും, അതെങ്ങനെ, കേസ് കോടതിയിലേക്ക് വരാൻ പോകല്ലേ എന്ന് ചോദിക്കും. അപർണ പറയും, കേസ് കൊടുത്താളെ ജീവനോടെ വേണ്ടേ, കേസ് വരണമെങ്കിൽ എന്ന് ചോദിക്കും. ജാനകിയുടെ കാര്യത്തിൽ തീരുമാനമായി. ഇപ്പോൾ അവൾ ജീവനോടെ ഉണ്ടോയെന്ന് പോലും അറിയില്ല. തമ്പി അന്നത്തെ അപകടത്തിനെ പറ്റി ഇങ്ങനെ ആലോചിക്കും. എന്നിട്ട് പറയും, തമ്പിക്ക് നേരെ വില ചൂണ്ടാൻ ഇനിയൊരു അവിഹിത സന്തതി ഇല്ല. പൊന്നു അവിടെ വന്നിട്ട് ജാനകിയോട് പറയും, പൊന്നിന് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറയും. രാധാമണിയോട് ചോദിക്കും, അമ്മമ്മ എന്തിനാ ഇത്രയും കാലം മിണ്ടാതിരുന്നത്, അതുകൊണ്ടല്ലേ ദൂരെ കൊണ്ടുപോയി ചികിത്സിക്കേണ്ടി വന്ന്. രാധാമണി പറയും, ഒക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു, പക്ഷേ ശബ്ദം മാത്രം വന്നില്ല. ഇവിടെ വന്ന് അഭി കുറേ വിഷമിപ്പിച്ചതിന് ശേഷമാണ് എനിക്ക് സംസാരിക്കാൻ പറ്റിയത്. അതുവരെ എനിക്ക് വിളിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എന്നെക്കൊണ്ട് പറ്റിയില്ല. ജാനകി ചോദിക്കും, അഭിയേട്ടനും ഇവിടുന്ന് എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിക്കും. രാധാമണി പറയും, അതൊന്നും എനിക്ക് ശരിക്കും ഓർമ്മയില്ല, പക്ഷേ കാറിന് മുതൽ അഭി ഇങ്ങനെ പറഞ്ഞിരുന്നു, നിങ്ങൾ മോളേന്ന് വിളിച്ചാൽ ജാനകി ഉണരും. പൊന്നു ചോദിക്കും, എപ്പോഴാണ് അമ്മ നമ്മൾ വീട്ടിൽ പോകുന്നത്? അപർണ വീട്ടിൽ നിന്ന് ഇങ്ങനെ ആലോചിക്കും, ജാനകിയുടെ കഥ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊന്നുവിനെ കൊണ്ടുപോവില്ല, അമ്മയെയും അമൽ കൂടെ കൂട്ടില്ല, പിന്നെ എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? അവസാനമായിട്ട് മോളൊന്ന് കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോയതായിരിക്കും. ജാനകി ഉറക്കം വരുമ്പോൾ കാണുന്നത് അബിയുടെ അമ്മയെ. ജാനകി അമ്മയെന്ന് വിളിക്കുമ്പോൾ അബിയുടെ അമ്മ പറയും, മോള് ഉണരുന്നത് കാണാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു, ഞാൻ വരുമ്പോൾ മോളെ ഉറങ്ങുകയായിരുന്നു എന്ന് പറയും.